സാധാരണ നമ്മൾ അച്ചാറുകൾ ഉണ്ടാക്കുന്നതിലും വ്യത്യസ്തമായി നമുക്കിന്ന് കരിയാപ്പില കൊണ്ടൊരു അച്ചാർ ഉണ്ടാക്കാവേ. ഈ ഒരു അച്ചാർ മാത്രം മതി ഒരു കലം ചോറുണ്ണാം, അത്രയ്ക്കും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. നമ്മൾ പാൻ അടുപ്പ് വെച്ച് നന്നായിട്ട് ചൂടാകുമ്പോഴത്തേനെ അതിലേക്ക് എണ്ണ ഒഴിക്കുക. എണ്ണ ഒഴിച്ചതിന് ശേഷം ഒരു പിടി ഉലുവ, നല്ല ജീരകത്തെ ഒരു പിടിയും കൂടിയിട്ട് ഒന്ന് ഇളക്കിയിട്ടതിന് ശേഷം നമ്മുടെ വെളുത്തുള്ളി നന്നായിട്ട് ഇച്ചിരിയേറെ വെളുത്തുള്ളി എടുത്ത്, വെളുത്തുള്ളിയാണ് ഇതിനകത്ത് ഹൈലൈറ്റായിട്ട് നിൽക്കുന്നത്. ആ വെളുത്തുള്ളിയും കൂടിയിട്ട് നമ്മൾ നല്ലതായിട്ടൊന്ന് വഴറ്റണം. അതൊരു ചെറിയ ബ്രൗൺ കളറാകുന്നവരെ, ആ ഉലുവയൊക്കെ ഒന്ന് പൊട്ടി ഒരു ബ്രൗൺ കളറാകുന്നവരെ നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കണേ. അത് കഴിഞ്ഞതിന് ശേഷം ഞാനൊരു 150 ഗ്രാം കരിയാപ്പില എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് കഴുകി ഉണങ്ങണം, വെള്ളമില്ലായിരിക്കണം. അത് കഴുകി നല്ലതായിട്ട് ഉണങ്ങി വെച്ച് ആ കരിയാപ്പിലയും കൂടി ഇതിനകത്തോട്ടിട്ട് നല്ലതായിട്ട് വഴറ്റണം. വഴറ്റുന്ന കരിയാപ്പില കൈ കൊണ്ട് എടുക്കുമ്പോൾ കരിഞ്ഞു പോരുത്, മുരുമരാന്നൊന്ന് പൊടിയണം. അറിയാമല്ലോ നിങ്ങൾക്ക്, കരിയാപ്പില ഒന്ന് കൈ കൊണ്ട് പൊടിച്ച് നോക്കുമ്പോൾ പൊടിയുന്ന രീതിയിലാക്കണം. കരിഞ്ഞു പോകരുത്, കരിഞ്ഞു പോയാൽ കൊള്ളത്തില്ല. എന്നിട്ട് അതുപോലെ ഇളക്കി അങ്ങ് മാറ്റി വെക്കണം. നന്നായിട്ട് മൂത്ത് വരുമ്പോൾ നമ്മൾ 1 സ്പൂൺ മുളക് പൊടി, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടിയിട്ട് അത് നന്നായിട്ടൊന്ന് ആ ഇലയിലൊക്കെ ഒന്ന് പിടിക്കത്തക്ക വിധത്തിൽ ആ എണ്ണയിലൊന്ന് എല്ലാം കൂടെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്യണേ. അതിനുശേഷം നമ്മളതൊരു മിക്സിയുടെ ജാറിനകത്തോട്ട് ഇടുവാണേ. ആറിക്കഴിയുമല്ലോ, കരിയാപ്പില ആറിക്കഴിയുമ്പോഴത്തേക്ക് നമ്മൾ മിക്സിയുടെ ജാറിനകത്തോട്ട് ഇട്ടതിന് ശേഷം നമ്മുടെ വാളംപുളിയില്ലേ, അത് നമ്മൾ പിഴിഞ്ഞ് അതിനകത്ത് ഒഴിക്കണം, വെള്ളം ഒഴിക്കരുത്. ഈ കരിയാപ്പിലയ്ക്കകത്തോട്ട് ആ മിക്സിയുടെ ജാറിലേക്ക് നമ്മൾ ആവശ്യത്തിന് വാളംപുളി എടുത്ത് നന്നായിട്ട് പിഴിഞ്ഞ് അതിൻ്റെ വെള്ളവും കൂടി ഒഴിച്ച് നമ്മൾ നന്നായിട്ട് അടിച്ചെടുക്കണം. അരച്ച് തന്നെ എടുക്കണം, നല്ലതായിട്ട് അരയണം. നിങ്ങൾക്കറിയാമല്ലോ, ഒരു ഇലയൊക്കെ പെട്ടെന്ന് അടിച്ചെടുക്കാൻ പറ്റും. എന്നാലും പെട്ടെന്ന് 1, 2, 3 അടിച്ച് കഴിയുമ്പോഴത്തേനത് നന്നായിട്ട് അടിച്ച് നല്ല ഒരുമാതിരി ചമ്മന്തി പരുവം പോലെ അല്ലെങ്കിൽ കുഴമ്പ് പോലെയാവും. എന്നിട്ട് നമ്മളത് ജാറിൽ നിന്ന് എടുക്കുവാണേ. ഒരു പാൻ എടുത്ത് അതിലേക്ക് നമ്മൾ എണ്ണ ഒഴിക്കണം. എണ്ണ ചൂടായി കഴിയുമ്പോഴത്തേന് അതിനകത്ത് 2-3 കടുക് ഇടണം. അതുപോലെ തന്നെ 2 ഉണക്കമുളക് മുറിച്ചിടണം. കുറച്ച് വെളുത്തുള്ളി കൂടുതലിട്ടാൽ അതിന് നല്ല ടേസ്റ്റാണ്. കുറച്ച് വെളുത്തുള്ളി, ഇഞ്ചിയും കൂടിയിട്ട് നന്നായിട്ടൊന്ന് വഴറ്റണം.
അതൊന്ന് വഴണ്ടി കഴിയുമ്പോഴത്തേനും നമ്മൾ മിക്സിയിൽ അടിച്ച് വെച്ച കരിയാപ്പിലയില്ലേ അതെല്ലാം കൂടെ നമ്മൾ ഈ എണ്ണയ്ക്കകത്തോട്ട് ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റണം. അതിൻ്റെ എണ്ണ തെളിയുന്നവരെ നമ്മളൊന്ന് ഇളക്കി ഒന്ന് ചെയ്ത് നന്നായിട്ടൊന്ന് അതിൻ്റെ എന്നാന്ന് ചോദിച്ചാൽ എല്ലാം കൂടെ ഇളക്കുമ്പോഴത്തേനും നന്നായിട്ട് എല്ലായിടത്തും പിടിക്കും. അതുപോലെ തന്നെ എണ്ണ തെളിഞ്ഞു വരും. ഏകദേശം എണ്ണ തെളിഞ്ഞ് വരുമ്പോഴത്തേനും നമ്മളത് ആവശ്യത്തിന് ഉപ്പിടുക. അതിനകത്തേക്ക് ഞാനിവിടെ ഒരു നുള്ളു ഉപ്പിട്ടിട്ടുണ്ട്. ഉപ്പ് ഇട്ട് അതുപോലെ തന്നെ നന്നായിട്ട് കായപ്പൊടിയോ കായ കഷ്ണമാണെങ്കിലും മതി. കായപ്പൊടിയിട്ട് നമ്മൾ നന്നായിട്ട് ഒന്നുകൂടി ഇളക്കണം. ഒന്നുകൂടെ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് എല്ലാ ഭാഗത്തും അത് പിടിക്കണം. ഉപ്പ് കൂടരുത്, അതെപ്പോഴും ഓർത്തോണം. നന്നായിട്ടൊന്ന് ഇളക്കി എല്ലായിടത്തും ഒന്ന് യോജിപ്പിക്കണം. ഇത്രയും കഴിഞ്ഞതിന് ശേഷം നമ്മൾ വീട്ടിൽ ശർക്കര ഉണ്ടെങ്കിൽ അത് ഒരു കുറച്ച് ശർക്കര ചിരണ്ടി അതിനകത്തേക്ക് ഇടണം. ഇനി എനിക്കിവിടെ ശർക്കര ഇല്ലായിരുന്നു, ഞാനതുകൊണ്ട് ഒരു 1/4 ടീസ്പൂൺ പഞ്ചസാരയും കൂടി ഇട്ടു. കാരണം ഈ വാളംപുളിയുടെ പുളി ഈ പഞ്ചസാരയും കൂടെ മിക്സ് ചെയ്യുമ്പോൾ പഞ്ചസാര ഈ മധുരം ഹൈലൈറ്റ് ആയിട്ടാണ് ഇച്ചിരി കൂടുതൽ മുന്നേ നിൽക്കണേ. എന്നിട്ട് അതും കൂടെ ഇട്ട് ശർക്കരയുണ്ട്, അതിൽ ഏറ്റവും നല്ലത്. ഇവിടെ ശർക്കര ഇല്ലായിരുന്നുകൊണ്ട് ഞാൻ പഞ്ചസാര ഇട്ടെന്നേ ഉള്ളൂ. ശർക്കര ഇടുവാണ് ഏറ്റവും ടേസ്റ്റ്. എന്നിട്ട് ഇതെല്ലാം കൂടെ ഇട്ട് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് ഒരു 5 മിനിറ്റ് നേരം നമ്മൾ ഒന്ന് അടുപ്പത്ത് തന്നെ വെച്ച് എല്ലായിടത്തും ഒന്ന് പിടിക്കാനായിട്ട് നമ്മൾ അടുപ്പത്ത് വെക്കണേ. എല്ലാം ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം ഇച്ചിരി വിനാഗിരിയും കൂടെ അതിലോട്ടൊന്ന് ഒഴിച്ചിട്ട് ഇളക്കിയെടുക്കണം. അതിനുശേഷം നമുക്ക് ആ കറി വാങ്ങിയെടുക്കാം, അല്ലെ ഈ അച്ചാർ നമുക്ക് വാങ്ങിയെടുക്കാം. വളരെ ടേസ്റ്റാണ്. നിങ്ങൾ ഒരു പ്രാവശ്യം ഇത് വെച്ച് നോക്കിയാൽ പിന്നെ നിങ്ങൾ കരിയാപ്പില കൊണ്ട് അച്ചാർ വെച്ച് നോക്കും. വളരെ ടേസ്റ്റിയാണ്. നമുക്കിത് മാത്രം മതി ചോറുണ്ണാൻ. അതുപോലെ തന്നെ ഇത് ചോറിന് മാത്രമല്ല, നമുക്ക് ചപ്പാത്തിക്കോ പൂരിക്കോ ഒക്കെ കൂട്ടാൻ കൊള്ളാവുന്ന നല്ലൊരു പുളിയും അതുപോലെ തന്നെ നല്ല മധുരവും എല്ലാം കൂടെ ഉള്ളൊരു കറി. ഇത് കരിയാപ്പിലയാണെന്ന് പറയത്തില്ല, അതിൻ്റെ ചുവ നമ്മൾ അറിയുന്നേ ഇല്ല. അപ്പോൾ നിങ്ങളിതൊന്ന് വെച്ച് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തന്നെ നമ്മൾ വ്യത്യസ്തമായ ചെറിയ കറികളൊക്കെ നമ്മൾ ചാനലിട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് നേരം കിട്ടുമ്പോൾ ഒന്ന് കാണണം കയറി. അത് നിങ്ങൾക്ക് കിട്ടാനായിട്ട് നോട്ടിഫിക്കേഷൻ ഒന്ന് ഓൺ ചെയ്യണേ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട ഒരു ലൈക്കും അടിച്ചേക്കണേ.